ഇസ്തിഗാസൻ്റെ വിഷയത്തിൽ ഇവരുടെ ആദ്യകാല നേതാക്കൾ അവരതിൽ കർശന ബോധമുള്ളവരായിരുന്നു. ഓലെക്കുറിച്ച് നമ്മൾ ഈ പറഞ്ഞൊന്നും ഇല്ലേനും. ഓലോല നെയ്യത്തിൽ ഖാലിസായ നെയ്യത്താണ്. അതുകൊണ്ടാണ് അവർ ആ നിലയ്ക്ക് തന്നെ ഇസ്തിഖാമത്തിൽ മൗത്തായി പോയത്. ഉള്ളാൾ തങ്ങളുപ്പാപ്പ അന്നൊക്കെ സാധാരണയായി പറഞ്ഞിരുന്ന ഇസ്തിഗാസയുടെ ഒരു പ്രഭാഷണം കേട്ടോക്ക്. അതുകൊണ്ട് അങ്ങേയറ്റം വിഷമത്തിലാണ് കൊണ്ട് ഭയവേണം. നമ്മൾക്ക് അല്ലാഹുവിന്റെ റസൂലല്ലാതെ ആരുടെയൊക്കെ നമ്മൾ ഓടി വരേണ്ടത്? ഞങ്ങളെ കാര്യം പറയാൻ ഞങ്ങൾ തങ്ങളോടെ കാണുന്നു. അതാണ് അവരുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഈ ബൈത്തുകൾ ചൊല്ലാതെ അവർ പ്രസംഗിക്കലുണ്ടോ? വലൈസാലന ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈനാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. ഞങ്ങൾക്ക് ഓടിച്ചെല്ലാനുള്ള സ്ഥലം ഹബീബായ തങ്ങളെ അങ്ങയുടെ സമീപത്തേക്കല്ലാതെ നമുക്ക് എങ്ങോട്ട് ഓടിപ്പോകാനാണ്? ഇനി റസൂല് മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം ആയ വഴിയിൽ വരുന്ന ദൂതന്മാർ അവരുടെ സമീപത്തേക്കല്ലാതെ എങ്ങോട്ട് ഓടിപ്പോകാനാണ്? അന്നത്തെ അങ്ങനൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ ആ പറഞ്ഞ കാലത്തിന് മുമ്പുള്ള കാലമാണ്. സംഘടനാ രംഗത്ത് ആദർശപരമായ അപജയം വന്ന് നമ്മളോട് തന്നെ ആദർശം പ്രസംഗിക്കരുത് പറഞ്ഞ കാലം അതിന് മുമ്പുള്ള കാലം. താജുൽ ഉലമൻ്റെ കാലമാണ്. താജുൽ ഉലമക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടതുമാണ്. ശൈഖുനാക്കെതിരെ തീരുമാനമെടുക്കുന്ന മുഷാവറയിൽ 3 ആളില്ല എന്നാണ് പൊന്മള പറഞ്ഞത്. ഒന്ന് താജുൽ ഉലമയും, ഒന്ന് എം.എ. ഉസ്താദും, ഒന്ന് ചിത്താരി ഉസ്താദും. 3 ഹയാത്തിലുണ്ട്, പക്ഷെ 3 ആൾ മീറ്റിങ്ങിന് ഉണ്ടായില്ല. അപ്പം അന്ന് തന്നെ ഇവരുടെ ഒരു കാവലാണ് ശൈഖുന കൊടുത്ത കാവലാവും. കഴിഞ്ഞിട്ടില്ല. അന്ന് എല്ലാവരും അങ്ങനെ പ്രസംഗിച്ച കാലം. എ.പി. ഉസ്താദ് പറയുന്ന സമസ്ത എന്നത് ഉണ്ടാക്കിയ തന്നെ ഔലിയാക്കന്മാരെ കഴിവ് പറയാനാണ്. ഇപ്പം ഗുളികയായി. അപ്പോഴാണ് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്. അന്നുള്ളോർത്ത് നിങ്ങൾ വിട്ടിട്ടുണ്ട്. മശായിഖിനെതിരെ തിരിഞ്ഞപ്പോൾ നിങ്ങൾ ഏടെത്തിപ്പോ? എവിടെ നിങ്ങളിപ്പോൾ ഉള്ളത്? ശരിക്കും ആലോചിച്ച് നോക്കി. ശരിക്കൊന്ന് ആ പഴയ പ്രസംഗം ഒന്ന് വെച്ചു കൊടുക്ക്. കേരള ജമിയത്തുൽ ഉലമ ഇവിടെ സ്ഥാപിതമായത് ഈ ഔലിയാക്കളുടെ വഴി നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. ഔലിയാക്കളുടെ മാർഗം ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. ആ വഴി നാം മുറുകെ പിടിക്കണം. ഇതിനാരെയും ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ പറഞ്ഞിരുന്ന ഒരു കാലം ഔലിയാക്കന്മാരെ സ്ഥിരപ്പെടുത്താൻ, അവരെക്കുറിച്ച് സംസാരിക്കാൻ, പേരോടടക്കം ഔലിയാക്കന്മാർക്ക് അധികാരമുണ്ട് എന്ന് പ്രസംഗിച്ച കാലം. ഷഫായത്തിനെ കുറിച്ച് പറയുന്നൊരു പ്രസംഗം. ഷഫായത്ത് എന്നത് ഔലിയാക്കളുടെ അധികാരമാണ് എന്ന് തന്നെ അന്ന് പ്രസംഗിച്ചിരുന്നു. അല്ലാഹ് കൊടുത്ത അധികാരമാണ് അന്നത്തെ. കാരണം ഇതിൻ്റെ ശേഷം ഇപ്പോൾ പുതിയത് വരുന്നുണ്ട്. അതിന് മുമ്പ് ആദ്യകാലങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് ആദ്യകാല പ്രസംഗം കേൾപ്പിക്കുന്നത്. ഒന്നുകൂടിയും وذلك إنما يتم لو غفر لهم ولا معنى للشفاعة إلا هذا. الله سبحانه وتعالى ഷഫാഅത്ത് ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ആയത്തിൽ കൽപ്പിക്കുന്നത്. അത് ഈ ദുനിയാവിൽ വെച്ച് തന്നെയും വേണം, ആഖിറത്തിൽ വേറെയും വേണം. അപ്പോൾ ഷഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്യാനുള്ള ഓർഡർ കിട്ടിപ്പോയി, അധികാരം കിട്ടിപ്പോയി. അത് സാധാരണ ഷഫാഅത്ത്. എന്നാൽ ആഖിറത്തിൽ വെച്ചുള്ള അധികാരം കിട്ടിപ്പോയി. ദുനിയാവിലും ആഖിറത്തിലും അതിനുള്ള അധികാരം തന്നെ കിട്ടി അന്നത്തെ വാള്. മാത്രല്ല അന്ന് സുല്ലമിയല്ല ആ ടീമൊക്കെ ഔലിയാക്കൾ അമ്പിയാക്കളെ കഥ പറയുമ്പോൾ ഒക്കെ പറയും അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇതിങ്ങനെ കൂട്ടിക്കൊടുക്കും. ഈസാ നബി അലൈഹി സ്വലാം മറഞ്ഞ കാര്യം പറയും അള്ളാഹു ഉദ്ദേശിച്ചാൽ. ഇപ്പം പേരോടിനുള്ള അതേ അസുഖം ഷാഊ മാ ഷാഊ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ചു എന്നുള്ളത് ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഉദ്ദേശിക്കും. ഇതാണ് ഇപ്പോഴത്തെ പ്രസംഗം.
ആരാ ഉദ്ദേശിച്ചെന്ന് ഒരു പിടുത്തം കിട്ടൂല. എന്നാൽ ഇതേ അസുഖം സുല്ലമിക്കുണ്ടായിരുന്നു. സുല്ലമി അന്ന് ഈസാ നബിയെ കുറിച്ച് പറയുന്നുണ്ട്. ജിന്നിൻ്റെ വിഷയം സംസാരിച്ചപ്പോൾ ആ സുല്ലമിയോട് ഇയാൾ പറയുന്നുണ്ട് അന്ന്, എന്താ അത് അമ്പിയാക്കളെ ഔലിയാക്കളെ കഥ പറയുമ്പോഴൊക്കെ അള്ള ഉദ്ദേശിച്ചാൽ എന്തിനാ പറയണത്? അയ്യപ്പം അങ്ങനെ തന്നെ അല്ലേ, സാധാരണക്കാരനും അങ്ങനെ തന്നെ അല്ലേ. അന്നത്തെ ആ കാലം അവച്ചോടുക്ക് കരീനെ വിട്ടിട്ട് വീട്ടിലൊക്കെ അറിയുള്ളൂ. എന്നാ കൂടെ ഈസാ നബിനോട് പറ, ഈസാ അന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് ഞങ്ങൾ പറഞ്ഞു തരണോ? ഈസാ നബിക്ക് ഒരാളെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചത് അറിയണമെങ്കിൽ അള്ള ഉദ്ദേശിക്കും വട്ടോ, അള്ള ഉദ്ദേശിക്കും വഴി അറിയിക്കണം, അല്ലെങ്കിൽ ഈസാ നബിക്ക് അറിയില്ല. ജിന്നു പൂജകന്മാർക്കോ ഒരു പ്രശ്നവുമില്ല, ഒരു ഉദ്ദേശിക്കുമ്പോ ജിന്നിനെ അങ്ങനെ വിട്ടാ മതി. ഇല്ലേ? എവിടെ കൂട്ടരങ്ങളെ തൗഹീദ്? മറ്റേ മുജാഹിദിനോട് ചോദിക്കാണ്, എവിടെ കൂട്ടരങ്ങളെ തൗഹീദ്? പിന്നെ ചങ്ങാതി പറഞ്ഞേട്ടോ, ഈസാ നബി അലൈഹി സ്വലാം മറിഞ്ഞ കാര്യം അറിയൂന്ന് ഖുർആനുണ്ടല്ലോ, അത് അള്ള ഉദ്ദേശിക്കും അറിയൂ. ഈ മൗലവി അള്ള ഉദ്ദേശിക്കാണ്ട് അറിയോ? സാധാരണക്കാരി അറിയോ? അള്ള ഉദ്ദേശിക്കാതെ ഇവിടെ എന്തെങ്കിലും അറിയോ മൗലവി? അത് മറിഞ്ഞ കാര്യം മാത്ര. അള്ള ഉദ്ദേശിക്കാതെ ഇവിടെ ഒരു ചെറുവിരൽ അനങ്ങോ? അള്ള ഉദ്ദേശിക്കാതെ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഉദ്ദേശിക്കോ? അവിടെ മറിഞ്ഞ കാര്യം അറിയോ, അല്ലാത്ത കാര്യം അറിയോ? സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. ഖുർആനിൽ അല്ലാഹു എന്താ പറഞ്ഞത്? വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹ്. നിങ്ങൾ എന്തുദ്ദേശിക്കുന്നു? ഇയാളെ തിരുത്താനാണ് ഓതുന്നത്. അങ്ങനെ ഇവിടെ മശായിഖിനെയും അമ്പിയാക്കളെയും പറയുമ്പോൾ മാത്രം ഇത് പറയണ്ട, എല്ലാം അങ്ങനെ തന്നെയാണ്. അന്നത്തെ പ്രസംഗങ്ങൾ ഒന്നുകൂടി അലവി സഖാഫി എന്ന് വന്നോട്ടെ, അന്നുള്ള മുഖാമുഖങ്ങളൊക്കെ ഔലിയാക്കന്മാരെ കഴിവ് സ്ഥിരപ്പെടുത്താനായിരുന്നു. ഈ കാലത്ത് ചിലപ്പോൾ നല്ലതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ചെയ്യും അല്ലേ? ഇങ്ങനെ നല്ല നല്ല കാര്യം പറയണ കാലത്ത് നേരത്തെ അംർ ഇബ്നു ഉബൈദിൻ്റെ സംഭവം തയ്യൂർ സാഹിബ് പറയുന്നുണ്ടല്ലോ, ഹാദാ സയ്യിദു ഷബാബിൽ ഖുർആൻ, ഈ കാലത്തെ വാഇലീങ്ങളുടെ നേതാവാണ് അംർ ഇബ്നു ഉബൈദ് എന്ന് ഹസനുൽ ബസരി തങ്ങൾ പറയുന്നുണ്ട്. നല്ല കാലത്ത് പറഞ്ഞതാണ്. പിന്നെ അയാൾ ആരായി? മുഅ്തസിലയായി പോയി. പണ്ട് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പണ്ടുള്ളവർക്കൊന്നും അയാൾ വിട്ടില്ലേ? പണ്ടിപ്പോൾ എന്തൊക്കെ പറഞ്ഞെന്ന് ഇവിടെ അതും പറഞ്ഞ് ആരെങ്കിലും നടക്കും? ആ ലെവലിൽ നിന്ന് പോയാൽ ആകെ പോയത്താണ്. അപ്പോൾ അതാണ് ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു കാലം വൽക്കുണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടി മുഖാമുഖം നടത്തിയ കാലം ആലവി സഖാഫിൻ്റെ ഒരു രംഗം. അസാധാരണവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമായിട്ട് അവർക്ക് സഹായിക്കാൻ കഴിയും എന്നാ ഇതുവരെയും പറഞ്ഞത്. അമ്പയാക്കൾക്ക് അള്ളാനെക്കാളും വലിയ കഴിവുണ്ടല്ലോ. അള്ളാഹ് കൊടുത്ത കഴിവാകുമ്പോ പിന്നെ അതിനേക്കാൾ വലിയ കഴിവ് എന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലുമില്ല. അള്ളാഹു എത്ര കഴിവ് അമ്പിയാക്കൾക്ക് ഉണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു കൊടുത്ത കഴിവാണ്. അപ്പൊ പിന്നെ അള്ളാഹിനേക്കാളും വലിയതാകുക എന്നുള്ള പ്രശ്നമേ ഉദിക്കുന്നില്ല. നിങ്ങൾ തെറ്റായി പോയത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടേതാണ് വലിയ കഴിവ് എന്നയാൾ പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹിന്റെ കഴിവ് വലുത്, പക്ഷെ ഔലിയാക്കൾക്ക് എന്തുണ്ട്? കഴിവുണ്ട്. ഇനി ഒന്നുകൂടി കേട്ടോട്ടോ, ഒന്നുകൂടി വെച്ചോട്. അലവി സഖാഫി സ്കെയിലും വെച്ച് ഇതിനെങ്ങനെ പിന്നെ അളക്കണോലുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടത്തിയ പ്രസംഗം. കഴിവ് അള്ളാഹുവിനുണ്ട്. ആ കഴിവ് അള്ളാഹു മഹാത്മാക്കൾക്ക് നൽകുന്നു. ഖുർആൻ പറയുന്നു, ഇന്ന കഴിവേ നൽകുള്ളൂ എന്ന്. സ്കെയിലും വെച്ച് അളച്ച് നിങ്ങൾ ഇങ്ങനെ വേലി കെട്ടി പിടിച്ചു നിൽക്കണ്ട. പടച്ചോൻ പറയാ, വല്ലാഹു യർസുഖു മയ്യശാഉ ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ നൽകുന്നു. തഫ്സീർ ഇബ്നു കസീറാണ് ഞാൻ പറയുന്നത്. കണ്ടോ, അയ്യർസുഖു മയ്യശാഉ മിൻ ഖൽഖിഹി വയുഅ്തീഹി അതാഅൻ കസീറൻ ജസീലൻ, വമ്പിച്ച കൊടുതി കൊടുക്കും. ബിലാ ഹസനിൻ, ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല. 1000 എന്ന് പറഞ്ഞ് ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല. 2000 എന്ന് ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല. 10000 എന്ന് ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല. വലാ തഅദാദിൻ, എണ്ണി കണക്കാക്കാനും പറ്റൂല. അങ്ങനെ അല്ലാഹു നൽകുന്നു. ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിൽ മാത്രല്ല ആഖിറത്തിലും നൽകുന്നു. കമാ ജാഅ ഫിൽ ഹദീസി, ഹദീസിൽ അത് വന്നിട്ടുണ്ട്. മുജാഹിദ് മൗലവിന്റെ ലോകത്താകെ നടന്നുള്ള വെല്ലുവിളിയാ. ഇങ്ങനെ ഒരേ സമയത്ത് ഒരേ ഭാഗത്ത് കേട്ടാൽ കേൾക്കാൻ കഴിയും, കാണാൻ കഴിയുന്ന എവിടെയെങ്കിലും ഉണ്ടോ? ഒരാൾക്ക് വിശ്വാസമില്ല, ഖുർആനിലില്ല, സുന്നത്തിലില്ല. നുണ പറയാൻ പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഖുർആൻ പഠിക്കണ്ടേ, ഹദീസ് പഠിക്കണ്ടേ? ഒറ്റ ശ്വാസത്തിൽ 33 കളവ് പറയാൻ പഠിച്ചിട്ടുണ്ട്. ഒറ്റ ശ്വാസത്തിൽ 300 കണ്ണങ്ങള്. ഇങ്ങനെയും വഹാബിനോട് പറഞ്ഞ കാലം വൽക്കുണ്ടായിരുന്നു. ഇന്നിപ്പോലെ ഇടയുള്ളത് അത് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഇസ്തിഗാസ എന്താ? മശായിഖിനോട് നേരിട്ടുള്ള തേട്ടം നേരെ ചോദിക്കുക.
അതല്ലേ ബസ്സിറു ഫുആദി സിറാതൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു. നല്ല കറക്റ്റ് ഇബാറത്താണ്. ഹിദായത്താ ചോദിക്കണ്. എന്നിട്ട് പറയാ ഞങ്ങൾക്ക് തരണം, അല്ലാഹ് നിങ്ങൾക്ക് അതിന് അധികാരം തന്നിട്ടുണ്ട്. ഫഅൻത മാലികുഹു, നിങ്ങൾ അതിൻ്റെ ഉടമക്കാരനാണ്. ആരോട്? ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി. അതിനല്ലേ കൊട്ടപ്പുറം സംവാദം ഉണ്ടായത്, അതിനല്ലേ ഇവിടെ സംവാദങ്ങൾ നടന്നത്, പൂനൂര് സംവാദം ഉണ്ടായത്, കുറ്റിച്ചിറയിൽ വാദപ്രതിവാദമുണ്ടായത്. ഇപ്പൊ ഏടെങ്ങളെത്തിൽ രണ്ടും ഒരേപോലെ, ഗുളികയും ഒരുപോലെയാണ്. എന്തിനാണോ നിങ്ങൾ വാദപ്രതിവാദം നടത്തി? മെഡിക്കൽ ഷോപ്പ് പോയി കണ്ടാൽ വാങ്ങിക്കൊടുത്താൽ പോലെ. എവിടെ നിങ്ങളിപ്പോൾ ഉള്ളത്? നിങ്ങളെ നേതാവെന്നെ അത്ഭുതത്തോടു കൂടി പറഞ്ഞു വന്ന് പുതിയൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രസ്ഥാനം പറയുന്ന ഇസ്തിഗാസ ശിർക്കൊന്നുമല്ല, എന്നാലും അതത്ര ശരിയില്ല. അപ്പോൾ വഹാബിയല്ലാന്ന് മനസ്സിലായി, ശിർക്കാണെന്നാണ് ഓല് പറയുന്നത്. സഖാഫി സംഗമം വിളിച്ചുകൊണ്ട് പറഞ്ഞതാണ്. കേട്ടോളൂ, ഞങ്ങൾ വെറുതെ പറയല്ല, നിങ്ങളിലുള്ള മാറ്റം തുടക്കത്തിൽ മൊയ്ലേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂപ്പരങ്ങളെ ഹബസിലിട്ടതാണ്. അന്ന് പറഞ്ഞത് ഇപ്പോഴും ഞങ്ങളെ കയ്യിലുണ്ട്, വെച്ചു കൊടുക്ക്. ഒരു പുതിയ പ്രസ്ഥാനം ഇപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ അവിടെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്തിഗാസ ചെയ്യാൻ ശിർക്കൊന്നും അല്ലെങ്കിലും മുസ്ലിക്കൊന്നും അല്ലെങ്കിലും ഞാൻ ചോദിച്ചോളണമെന്നില്ല. ഈ എത്രയാളാ ചോദിച്ചത്? ഇമാം ബൂസീരി അത് മാത്രമല്ല, ഇവരുള്ള തങ്ങൾ വളരെ വ്യക്തമായി എത്ര ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ ചോദിച്ചില്ലേ? ഇമാം ബൂസൂരി തങ്ങൾ ചോദിച്ചില്ല. ആരോട്? മുഹമ്മദുർ റസൂലുള്ളാഹ്. കുഴഞ്ഞു കിടക്കുന്ന വാപ്പയാണെന്ന് മിസ്റ്റർ പേരോട് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു മുഷാവറ പേരിനുണ്ടായിട്ട് ആരെങ്കിലും ഒരാൾ തിരുത്തിയോ? അത് ഇപ്പൊ നിങ്ങൾ ആൾക്കാർ ചോദിക്കുക, ഹബീബായ തങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കുഴപ്പം? ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്. അത് കേട്ടാൽ ഞങ്ങൾക്ക് പ്രശ്നമാണ്. നിങ്ങളെ കാര്യം അപകടത്തിലാണ്, നേരെ നരകത്തിലേക്കാണ് എന്ന് ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും. എവിടെ എത്തി? ഈ ഒറ്റ വിഷയം എടുത്തോ, വെറുതെ പറയല്ല. അങ്ങനെ പകര ഉസ്താദിന് കിട്ടിയ വേദിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇസ്തിഗാസ സുന്നത്താണ് കേട്ടോ, ഔലിയാക്കളോട് ചോദിക്കണം. കുറച്ച് തലയെക്കെട്ടേര് വന്ന് ഇല്ലാതാക്കാൻ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഇത് നമ്മൾ മാത്രം പറയണല്ലത്, വ്യാപകമായി പറഞ്ഞതാണ്. പകര ഉസ്താദ് ഒന്ന് വന്നോട്ടെ. നോക്കിയാൽ കാണാം, ഫതദക്കർതു ഖൗല സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഇദാ വഖഅത ഫീ ശിദ്ദത്തിൻ ഫനാദിനി, നീ വല്ല വിഷമത്തിലും പെട്ടാൽ എന്നെ വിളിക്കണേ എന്ന് വസിയത്ത് ചെയ്തത് ഞാൻ ഓർക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട അലീഷത്ത് നൂഫി അവിടുത്തെ ബഹജത്തുൽ അസ്റാർ എന്ന കിതാബിൽ സനദ് അടക്കി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് പറഞ്ഞ വാക്കാണ്, നീ വിഷമത്തിൽ പെട്ടാൽ ഫല്യുനാദിനി, എന്നെ വിളിക്കണം, ഔലിയാക്കന്മാരെ വിളിക്കണം വിഷമത്തിൽപ്പെട്ടാൽ എന്ന് പഠിപ്പിച്ചത് ആരാണ്? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇബ്നു സുന്നി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ബസാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഈ മൂന്ന് ഇമാമിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഔലിയാക്കന്മാരെ വിളിച്ച് ദുആ ചെയ്യണം സഹായികളില്ലാതെ ആയാൽ എന്ന് വ്യക്തമായി പറഞ്ഞതാണ്. ഇസ്തിഗാസ ചെയ്യൽ സുന്നത്താണ് എന്ന്, ഇസ്തിഗാസ അനുവാദമാണെന്ന് പറയുന്ന ചില അല്പജ്ഞാനികളുണ്ട്. അവൻ വിദേഹത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നവനാണ് നമ്മൾ മനസ്സിലാക്കണം. തലയെ കെട്ടിയാലും വേണ്ടിയില്ല, ഈ കിരീടം വെച്ചാലും വേണ്ടിയില്ല. ഇത് സുന്നത്തായി റസൂലുള്ളാഹി പ്രഖ്യാപിച്ച സാധനമാണ്. അൽഹംദുലില്ലാഹ്, ഞാൻ നോക്കുകയാണ്, പണ്ഡിത ലോകത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത എല്ലാവരാലും അറിയപ്പെട്ട വൈലത്തൂർ ഉസ്താദ് അതിനുവേണ്ടി കിതാബ് എഴുതി എന്നാ പറയണത്. തലയെ കെട്ടിയിട്ട് മശായിഖിനെ വിമർശിക്കുന്നു എന്നാ പറയുന്നത്. നല്ലോണം ഓർത്തോളി. നിങ്ങൾ എവിടെ എത്തിയെന്ന് ഞാൻ ഇവിടെ നിങ്ങളെ കാണിച്ചുതരാ. ഞങ്ങൾ വെറുതെ ഒന്നും പറയൂല. അടിസ്ഥാനം ഇസ്തിഗാസ. ആ ഇസ്തിഗാസ നിങ്ങൾക്ക് എതിർക്കേണ്ടി വന്ന് തദ്ബീറിനെ നിഷേധിച്ചതുകൊണ്ടാണ്. മശായിഖിന്, ഔലിയാക്കന്മാർക്ക്, ആർക്ക് വരെ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ ലോകമൊട്ടുക്കുമുള്ള തദ്ബീറില്ലെന്ന് പറഞ്ഞതോടെ, നിയന്ത്രണമില്ലെന്ന് പറഞ്ഞതോടെ
ഇസ്തിഗാസ വിരോധികളായി നിങ്ങൾ മാറി. ഇസ്തിഗാസ വിരോധികളായ ഞങ്ങളെ പുറത്താക്കിയതിന് ഞങ്ങൾക്ക് എന്താണോ? ഞങ്ങൾ ശുക്ർ ചെയ്യാന്നല്ലാതെ. പകര ഉസ്താദും AP ഉസ്താദും ഒക്കെ പറയുന്ന നിങ്ങളെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ AP വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും അങ്ങനെയെന്ന് നമ്മളിപ്പോഴും പറയില്ലല്ലോ. നല്ല നല്ല ആൾക്കാർ അതിലിപ്പോഴും ഉണ്ട്. സിറാജുലുദൻ്റെ ഉള്ളിൽ പോലും ഉണ്ട്. അപ്പോഴല്ലേ നമുക്കിത് കിട്ടുള്ളൂ. അതാണ് അതിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ഥലം കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് പുറത്തായത്? മടൂർ കോട്ടയിൽ സ്ഥലം എടുക്കാൻ തീരുമാനിച്ചതേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളെപ്പോൾ ഏടെയുള്ള ശരിക്കും നോക്കി. ഞാൻ ഓരോന്ന് മുജാഹിദ് വരെ അത് ആഘോഷിച്ചു പോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചു എന്ന് പറഞ്ഞാൽ, ബദരീങ്ങൾ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അത് അദബുകേടാണ്. പേരോട് പറഞ്ഞില്ലേ? ഈ കിതാബ് നോക്കി നിങ്ങൾ, ശിഫാഉ സഖാം ഫി സിയാറത്തി ഖൈറിൽ അനാം, ഇമാം തഖിയുദ്ദീൻ സുബ്കി ഇമാം എന്തിനാ ഈ കിതാബ് എഴുതിയത്? ഇബ്നു തൈമിയ്യക്കെതിരിൽ കിതാബ് എഴുതിയതാ. അയാൾ എന്താ ചെയ്ത്? മശായിഖിനെ എതിർത്തു. അവരോടുള്ള ഇസ്തിഗാസ ശിർക്കാണെന്ന് പറഞ്ഞു. അതിന് അന്ന് മറുപടി എഴുതിയതാണ് ബഹുമാനപ്പെട്ട ഇമാം സുബ്കി. സുബ്കിന്റെ ഉസ്താദ് ആരാ? ദഹബിയാരാ? ഇബ്നു തൈമിയ്യന്റെ ശിഷ്യനാ. സ്വന്തം ഉസ്താദിനെതിരെ കിതാബ് എഴുതിയത്. ഉസ്താദാരുടെ കാര്യമില്ല, ഹക്കിനെതിരിൽ ഒന്നുമില്ല. അങ്ങനെ എത്ര ഗ്രന്ഥങ്ങൾ ഇവിടെ. അതാരും നോക്കണ്ട, കിതാബ് എഴുതണല്ലോ. പേരോട് പറഞ്ഞ് സഹായിച്ചു എന്ന് പറഞ്ഞാൽ അദബ് കേടാണ്. നിങ്ങൾ മറുപടി പറയടോ. എല്ലാ നീർക്കോലിയും കൂടി ഇറങ്ങി വന്ന് ഏടെ പോയി ഒക്കെ ഞങ്ങളെ ഭയപ്പെടുത്താനാ മനസ്സിലാക്കിയത്. ഓരോന്ന് വലിയ ഉസാറിൽ വരും, പിന്നെ പോണ വഴി കാണൂല. എല്ലാവരും കൂടി വരി, ഞങ്ങൾക്കിത് നേരിടാൻ അടുപ്പുങ്കൽ തന്നെ ഏറെയാണ്. ഇവിടാണ് വെച്ചാൽ ചൂടാകുന്ന. കാരണം ഈ തീ കത്തിക്കുന്നത് മശായിഖുമാരാണ്. അതുകൊണ്ട് തന്നെ അതിന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് കഴിയൂല തൽക്കാലം. അതാ ഞാൻ പറഞ്ഞത്, ലക്ഷം മുരീതൊന്നും വേണ്ട, ലക്ഷണമുള്ള ഒരു 5 മൊയിലേരെ കൊണ്ടരികൾ പറഞ്ഞതുപോലെ ചെയ്യണ. ആ പിന്നെ വലിയൊരാളെ കൊണ്ടുവന്നീന്നല്ലോ ഇപ്പോൾ മുഷാവറ അംഗത്തെ അല്ലേ? മണ്ണും മിന്നും തിരിയാത്തൊരു മൊയിലേരെ. ഈ ജാതിനൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് എന്തിനാ നിങ്ങൾക്ക്? പിന്നെ അയാൾ ഇതുവരെ ആ ഇബാറത്ത് ഹല്ല ചെയ്ത് കഴിഞ്ഞില്ലേ മറുപടി പറയാൻ. എന്താ നിങ്ങളെ കഥ? ഏതായാലും അനസ് മൗലവി പേരോണ്ട ക്ലിപ്പിട്ടിട്ടൊന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കേട്ടോളൂ. പോലെ ഏടെ എത്തി ഇസ്തിഗാസയിൽ അത് മാത്രമേ ഒന്ന് പറയണുള്ളൂ. വെച്ചോടുക്ക്. എന്തൊക്കെ തെറിയാ അതിന്റെ പേരിൽ അദ്ദേഹം കേൾക്കേണ്ടി വരുന്നത്? തന്നെയാണ് തരുന്നത് എന്ന് കുറച്ച് വിശ്വസിച്ചിട്ട് ഒരാള് ആ വലിയാണ് എനിക്ക് തന്നത് എന്ന് പറഞ്ഞാൽ അയാൾ കവറാന്നൊന്നും പറയാൻ പാടില്ല, അയാൾ മുസ്ലിക്കാന്നൊന്നും പറയാൻ പാടില്ല. അതേ സമയത്ത് ഏറ്റവും നല്ലത് അതേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുഖേന അല്ലാഹു എനിക്ക് തന്നു, ബദരീകൾ മുഖേന അല്ലാഹു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന എനിക്ക് തന്നു. അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ല വാചകം. ആ വാചകത്തിൽ തെറ്റിദ്ധാരണക്ക് അവകാശമില്ല. വേറൊരു കക്ഷികൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവകാശമില്ല. അങ്ങനെയാണ് പറയേണ്ടത്, അല്ലാതെ പറയുന്നത് ശരിയായ അതല്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, നന്നായി ഉറച്ചിരുന്നോ? എന്താ ഇപ്പൊ പറഞ്ഞത്? നബി മുഖേന അല്ല തന്നു എന്ന് പറഞ്ഞാൽ മതി, നബി തന്നു എന്ന് പറയണ്ട. ബദരീങ്ങൾ തന്നു എന്ന് പറയണ്ട, അതാണ് അദബുകേടാണ്. ബദരീങ്ങൾ മുഖേന അല്ല തന്നു എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി എന്നാണ്. ഇതിനപ്പുറം ആ കൂട്ടത്തിൽ നിന്നിട്ട് എങ്ങനെയാ പറയാ? ഒരിക്കലും കഴിയില്ല. മോന്റെ ചോദ്യം കണ്ടങ്ങള് ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഞമ്മക്ക് വേണ്ടി ഇതിലേറെ എങ്ങനെ പറയാം? കഴിയൂല. ഒരു KNM മഞ്ചേരിയിൽ സ്റ്റേജ് കെട്ടി കൊടുത്താൽ എന്നും പറയാം. സ്റ്റേജ് കെട്ടിക്കൊടുക്കുന്നത് മുജാഹിദ് പ്രവർത്തകരാ. ഇത് പാവപ്പെട്ട സുന്നി പ്രവർത്തകരാ സ്റ്റേജ് ഒരുക്കി കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക നമ്മൾ. ജ്ഞാനികളും അങ്ങനെ മാറിയോന്നറിയില്ല. ആ സ്റ്റേജിൽ നിന്നിട്ട് ഇയാൾ പറയണല്ലോ ബദരീങ്ങൾ സഹായിച്ചു എന്ന് പറയുന്നത് ശരിയായ അദബല്ല. ഇത് ഇയാൾ പറഞ്ഞിട്ട്
ഏതെങ്കിലും ഒരാൾ അതിനെതിരെ പ്രതികരിച്ചോ അക്കൂട്ടത്തുനിന്ന് നമ്മൾ പ്രതികരിക്കും, ഉറപ്പ്. എവിടെങ്ങളുള്ളത്? എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, ഈ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഇതിലപ്പുറം എങ്ങനെ പറയാം? പിന്നെ അയാൾ കർണാടകയിൽ ചെന്നു. ഒരു മഖാമിന്റെ മുന്നിൽ, ആ മഖാമിലേക്ക് ചൂണ്ടിയിട്ട് അയാൾ പറഞ്ഞു, ഈ മക്ബറയിൽ കിടക്കുന്ന മഹാന് ഒരു കഴിവുമില്ല. ഇറച്ചിയും പത്രമൊക്കെ കൊടുക്കലുണ്ട്, അത് അള്ളാഹു ആണ്. മൗണ്ട് സലാം സുല്ലമി പറഞ്ഞായി അല്ലല്ലാതെ ഇവിടെ ഒന്നുമില്ല. അത് വേറൊരു കാര്യമാണ്, പറയണോ? ഇപ്പൊ പേരോട് പ്രസംഗിക്കുന്നു, അയാൾക്ക് പ്രസംഗിക്കാൻ കഴിയോ? ഹൽക്കയിന്ന് അല്ലല്ലേ? അപ്പൊ പോസ്റ്റർ എന്താ എഴുതണ്ടി? നാളെ മഞ്ചേരിയിൽ അള്ളാഹു പ്രസംഗിക്കും. ഇയാൾ പറഞ്ഞതനുസരിച്ച് അതല്ലേ വരണ്ടേ? ആ മുഖേനെന്ന് കൂട്ടി കൊടുത്തോട്ടെ. ഞാൻ വരേക്ക് മഖാമിൽ വരെ ചൂണ്ടിയിട്ടതാ പറയുന്നത്, വെച്ചോടുക്ക്. ഈ മക്ബറയിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആളുകൾ വന്ന് സുബ്ഹാനല്ലാഹ് കോഴിയും പത്തിരിയും ഒക്കെ മുതഅല്ലിമീങ്ങൾ കൊടുക്കുന്ന പതിവുണ്ട്. അങ്ങനെ കൊടുത്തിട്ട് ചിലരെ രോഗം മാറിയത് എന്നോട് തന്നെ ചിലര് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ മക്ബറയിൽ കിടക്കുന്ന മഹാൻ രോഗം മാറ്റുമോ? ഇല്ല ഇല്ല, അല്ലാഹുവാണ് രോഗം മാറ്റുന്നവൻ. എന്നാൽ അമ്പിയാക്കളും മൗലിയാക്കളും ജാറങ്ങളും ഒക്കെ നിമിത്തങ്ങളാണ്, കാരണങ്ങളാണ്. കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്. അതെ, ഇതൊക്കെ നിമിത്തങ്ങളാണ്. മരുന്ന് നിമിത്തമായതുപോലെ, ഡോക്ടർ നിമിത്തമായതുപോലെ അമ്പിയാക്കളും അവരെ മൗജിദത്തുകളും നിമിത്തമാകും. എങ്ങനെയുണ്ട്? കുളിക നിമിത്തമായതുപോലെ, മരുന്ന് നിമിത്തമായതുപോലെ. പരസ്യമായിട്ട് പറയല്ല, ഈ വലിയന് രോഗം മാറ്റാൻ കഴിയോ? ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. ഏറ്റവും വലിയ അദബുകേടല്ലേ ഈ ചങ്ങാതി ചെയ്തത്? ഇവരല്ലേ ഇവിടെ അമ്പിയാ ഉലിയാക്കൾക്ക് കഴിവുണ്ട് എന്ന് പ്രസംഗിച്ചത്? യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഇതിന് ശരിക്കും മറുപടി അറിയേണ്ടത് പകരം പറഞ്ഞില്ല. പകരണ്ടല്ലോ ഒരു മറുപടി അറിയണേ. കുത്തുബിയത്തിന് ഇങ്ങനെ ചെന്നിരിക്കും, അല്ല അവിടെയും പറയുന്നത് മൊയ്തീൻ ഷേഖിന് കഴിവൊന്നുമില്ല, ഇതൊക്കെ അല്ല അത് മൂപ്പരനെന്ന് പറഞ്ഞോട്ടെ. ആ, ചില ആൾക്കാർക്ക് പേടിയാൻ ശിർക്ക് വരുമോ എന്നിട്ട് പറയും. കുത്തുബിയത്ത് ചെല്ലുമ്പോ ചില മഹാന്മാര്, ചില ശൈത്താൻ മഹാൻ അവന്റെ പരിപാടി ആദ്യം ക്ലാസ് എടുക്കാം. എല്ലാവരും കുത്തുബിയത്തിന് അവിടുത്തെ വലിയ ആളാണ് ഈ കാര്യം. അവന്റെ ക്ലാസ് എന്താ അറിയാം? എല്ലാവരും കുത്തുബിയത്തിന് മൊയ്തീൻ ഷേഖിനെ വിളിച്ചാൻ പോണ്. അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് മൊയ്തീൻ ഷേഖ് സഹായിക്കുമെന്ന ചിന്തയിലായിരിക്കണം നമ്മൾ വിളിക്കേണ്ടത്. ഇത്ര വലിയ തെണ്ടി ദുനിയാവിൽ ആരാണ്? കാരണം അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടല്ലാതെ എന്തെങ്കിലും ചെയ്യാം. മൊയ്തീൻ ഷേഖിനെ വിളിക്കുന്നിടത്ത് മാത്രമാണോ അതുള്ളത്? ഒരു ചായ ഒരാളോട് വായിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ വാങ്ങണ്ടേ? ഒരു പീടിയെന്ന് ഒരാളോട് അങ്ങോട്ട് ഒരു ചായ ഉണ്ടാ? വളരെ സിമ്പിളാണ്. ഭാര്യന്റെ അടുത്തുനിന്ന് ചായ വാങ്ങും, മോളെ ഒരു ചായ വാ. അപ്പോൾ അള്ളാഹു ചായ തന്നു, ഭാര്യക്കൊന്നും കഴിയില്ല. ഞാൻ പറയുന്നത് പിന്നെ ഉപയോഗിച്ച പദം ഏറ്റവും ചെറുതാണ്. പിന്നെ നമ്മളിപ്പോൾ വേണ്ടാന്ന് എഴുതിയിട്ട അതിൻ്റെ അപ്പുറത്തവനുള്ളത്. ആ, എങ്ങോട്ടാ പോണ്? ലക്ഷണം കെട്ടവൻ പറഞ്ഞിട്ട് ഇപ്പോൾ ബേജാറായി നടക്കുക. അല്ല പറഞ്ഞ ലഫ്ലാദ് ഇന്ന ഷാനിയക്ക ഹുവൽ അബുത്തർ. നബിയെ, അങ്ങയുടെ എതിർപക്ഷത്ത് അങ്ങയെ വിമർശിക്കുന്നവൻ ലക്ഷണം കെട്ടവനാണ്. അമ്പിയ ഉലിയാക്കൾക്കെതിരെ വരുന്നവനൊക്കെ അബുത്തറാണ് അതിൻ്റെ ഷറയിലുണ്ടായിരുന്നു. അത് കുറച്ച് കട്ടിക്കൂട്ടി പറഞ്ഞുകൊണ്ട് പോലെ എന്തിനാ ബേജാറാണ്? അതിന് മാറിക്കാളിങ്ങൾ അല്ലേണ്ടി ലക്ഷണം കെട്ടി തന്നെ നിൽക്കണം. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എന്താ നിങ്ങളുടെ അവസ്ഥ? ഈ മക്ബറയിൽ കിടക്കുന്ന വലിയന് പത്തിരിയും ഇറച്ചിയും കൊടുത്തിട്ട് രോഗം മാറ്റാൻ കഴിയില്ല, ഒരിക്കലുമില്ല. പേരോടനെ പ്രസംഗിക്കാൻ കൊണ്ടുവരാം. ഇതാ ഇവിടെ ഒരു ജീവി വന്നിരിക്കുന്നുണ്ട് എന്ന് പറയാം. പ്രസംഗിക്കാൻ പോയിട്ട് അനങ്ങാൻ വരെ കഴിയൂല, അങ്ങനത്തെ ഒരാളാന്ന് വന്ന് എങ്ങനെ ഉണ്ടാവും? ഒന്നിച്ചു പോലും അവിടുന്ന്. എടോ, അങ്ങനെ മുഖേനയും ഗുളികയും പോലെ ആക്കിയാൽ എന്തെങ്കിലും ഇവിടെ പറയാൻ പറ്റുമോ? എന്തൊക്കെ നിങ്ങൾ മാറ്റേണ്ടി വരും? മദ്രസയിലെ പാഠബുക്ക് എടുക്കുക, മലക്കുകൾ എന്നുള്ള പാഠം ഇങ്ങോട്ട് മറിക്കുക. ഇടി, മഴ, മിന്ന്, ആരാ? മീകായിൽ അലൈഹിസ്സലാം.
മാറ്റണ്ടേ? മീക്കായിൽ അലൈഹി ഇസ്ലാമിന് ഇടിയുണ്ടാക്കാൻ കഴിയോ? അപ്പൊ നിങ്ങളെ വിശ്വാസം എന്താ? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് മഴയൊക്കെ അല്ലന്നെ മീക്കായിൽ നിമിത്തം ആക്കി കൊടുക്കിങ്ങള്. വഹി എത്തിക്കണാരാ? മരിപ്പിക്കുന്നതാരാ? അസ്രായീൽ അലൈഹി ഇസ്ലാം. പണ്ടൊക്കെ നമ്മൾ പഠിച്ചങ്ങനല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുമോ? എന്തിനാ നിങ്ങൾക്ക് നിലവാരം ഉണ്ടാകുക? ഉസ്താദിനെ ബഹുമാനിക്കണം എന്ന് വരെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഉസ്താദിനൊന്നിനും കഴിയില്ലല്ലോ, പഠിപ്പിക്കാൻ കഴിയില്ല, മൂത്രയിക്കാൻ പോലും കഴിയില്ല. ഒക്കെ അല്ലല്ലേ? അല്ലാനാണ് ആദരിച്ചാൽ മതിയല്ലേ? എന്തിനാ ഉസ്താദിനെ ആദരിക്കണേ? എന്തിനാണോ മൊയ്ലിയന്മാർ ഇവിടെ? അല്ലന്നാണ് ചെയ്യൂല. ഇപ്പൊ അതൊക്കെ എന്തിനാ മലക്കുകൾ? എന്തിനാ സ്വർഗത്തെ കാക്കാൻ റിദ്വാൻ അലൈഹിസ്സലാം അല്ലാഹ് കഴിയൂലേ? ഗുളിക പോലെയാണെങ്കിൽ എന്തിനാ അതിന്റെ ആവശ്യം? ആ മലക്കുകളെ നിയന്ത്രിക്കുന്ന ആളുകളാ മശായിഖ്. അവരെ നിയന്ത്രിക്കുന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എവിടുക്കാ നിങ്ങൾ എത്തുന്നത്? നിങ്ങളെ വാദായം പറയുന്നത് എവിടെ എത്തി? നിങ്ങള് ഒരു സംഗതിയും വേണ്ട, ഒക്കെ അല്ലാനാക്കി കളി. ചായ കുടി, കൊടുക്കൽ, വിരലൊക്കെ അല്ല. പിന്നെ അതിനപ്പുറത്ത് പറയാം വേണ്ടാന്ന് എഴുതിയിട്ടാ. എല്ലാം അല്ല. ഹൽക്കയിന്നൊക്കെ അല്ലയാണല്ലോ. എന്നിട്ട് അത് പ്രസംഗിക്കാൻ ഒരാളും. എടോ, സൃഷ്ടികൾക്ക് കസ്ബ് ഇഖ്തിയാറുണ്ട്. അള്ളാഹുവാണ് ഖാലിക്കും ഹഖീഖിയായ ഫായിലും, തർക്കല്ലതില്. പക്ഷേ ആ ഖുദ്റത്ത് അല്ലാഹ് നൽകുമ്പോ ആ ആളുകളിലേക്ക് ചേർത്തിയിട്ടത് പറയും. അതാണ് ആരുടെ പതിവ്? സ്വഹാബത്തു റസൂലില്ലാഹ്. സ്വഹാബത്ത് പറഞ്ഞ സംഭവങ്ങൾ എടുത്തു നോക്ക്. ഹബീബായ മുത്തു റസൂലിന്റെ മുന്നിൽ വന്ന് സ്വഹാബികൾ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ ഞങ്ങൾക്ക് അതാ സലമത്ത് റളിയല്ലാഹു അൻഹു അവിടത്തെ കാല് അസാബത്തിനി യൗമ ഖൈബർ, ബുഖാരിയുടെ ഹദീസല്ലേ, അവിടുത്തെ തണ്ടങ്കാല് ആ കാലിൽ വെട്ടേറ്റ് തോലിൽ തൂങ്ങിക്കിടക്കുന്ന കാലുമായി ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. എന്താണോ ചെയ്തത്? അല്ലാഹ് സുഖപ്പെടുത്തും എന്ന് പറഞ്ഞ് മാറ്റി വെച്ചതാ. ഫനഫസ ഫീഹി സലാസ നഫസാത്ത്. ഇസ്തിയാസയാണ്. മുറിഞ്ഞ കാലേറ്റാ പോണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. ഗുളിക പോലെയുള്ള സംഭവമല്ലേ ഇപ്പൊ അത്? ഹബീബായ തങ്ങളൊന്ന് ഊതിക്കൊടുത്തു എന്നാ. പിന്നെ ഏത് കാലിലാ വെട്ടേറ്റത് എന്ന് അറിഞ്ഞില്ല എന്നാണ് സ്വഹാബത്തു റസൂലില്ലാഹ്. ഖത്താദ റളിയല്ലാഹുവിന്റെ കണ്ണ് അമ്പേറ്റ് വീണുപോയി. ആ കണ്ണും പിടിച്ചിട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണവിടെ വെച്ചുകൊടുത്ത് എന്താ സ്വഹാബിയായ ഖത്താദ തങ്ങൾ പറ ഫകാന ലാ യദ്രി അയ്യ ഐനൈഹി ഉസീബത്ത്. ഏത് കണ്ണിലെ അമ്പേറ്റ് എന്ന് അറിയില്ല, അത്രയും ക്ലിയർ ആയി. കാഴ്ച കൊടുത്ത നേതാവാര്? മുത്തു റസൂലുള്ളാഹ്. ഇതെങ്ങനെ ഗുളികാവല്? ഏടുന്നങ്ങൾക്ക് ഈ മരുന്ന് കിട്ടി? എനിക്ക് പിടുത്തം കിട്ടിയില്ല. ഇതെങ്ങനെയാണോ ഒന്നാകല്? ഞാൻ നേരത്തെ പറഞ്ഞ പണി അക്കങ്ങൾ ചെയ്യ്. നിങ്ങളെല്ലാ സ്ഥലത്തും മെഡിക്കൽ ഷോപ്പ് തുടങ്ങി, CN സെന്റർ അടിച്ചു പൊളിക്കി. എന്നിട്ട് അവിടെ ഏറ്റവും വലിയ മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയിട്ട് ഇസ്തിയാസിൻ തവസ്സുലൊക്കെ ഗുളികനോട് ചെയ്യ്. വരക്കൽ മക്കാമ് പോയി ഫോട്ടോ എടുക്കല്ലേ വേണ്ടി, മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ഗുളികൻ്റെ ഒപ്പമുള്ള ഫോട്ടോ എടുക്കി. നിങ്ങൾക്ക് ഇടങ്ങാറ് തോന്നുന്നുണ്ടല്ലേ? ഗുളിക മൗലവിമാര്, അള്ളാന്റെ ഔലിയാക്കന്മാരെ മരുന്നിനോട് ഒപ്പിച്ചിട്ട് വലിങ്ങനെ സുജായികളായി നടക്കുക. അള്ളാന്റെ ഔലിയാക്കന്മാർ പാരസിറ്റാമോളാണ്, ഇവരാരാവും? അതിന് താഴെ ആണ്ടേ? വായുളിയെങ്കിലും ആണ്ടി വരും. അല്ല, അതിന്റെ താഴെയല്ലേ ആകാൻ പറ്റുള്ളൂ. എവിടുന്നാ പോലെ എഴുന്നേറ്റ് വരുന്നത്? ഇത് ആരെക്കുറിച്ചായി പറയണത്? ഇത് രണ്ടും ഒന്നാണോ? സ്പെഷ്യൽ കുതിരത്ത് കൊടുത്തോലല്ലേ അമ്പിയാക്കന്മാര്, ഔലിയാക്ക്. കുന്തു സംഅഹുല്ലദീ യസ്മഉ ബിഹി. അവര് കേൾക്കുന്ന കാത് ഞാനാകും, കാഴ്ച ഞാനാകും. ഇതൊക്കെ പാരസിറ്റാമോളിനെ കുറിച്ച് പറഞ്ഞിനോ? അലാ ഇന്ന ഔലിയാ അല്ലാഹി എന്നുള്ളതിന് പകരം അലാ ഇന്ന പാരസിറ്റാമോൾ എന്ന് പറഞ്ഞിരുന്നോ? അത് പറയാൻ തന്നെ ഇട്ടിട്ടില്ല.
ഈ പേരോടുണ്ടാക്കണ മുസീബത്ത് നോക്കി നിങ്ങൾ. ഇതിന് പകരം വിളിച്ച പേരെന്നെ വിളിക്കണേ, എന്നാലേ അത് ശരിയാവുള്ളൂ. ഏറ്റവും ചുരുങ്ങിയത് ഇതൊരു ഈ മഹാൻ എന്ന് പറഞ്ഞില്ലേ, അത് ഒന്നിൽ നിർത്തിയിട്ടില്ല. എത്ര പ്രസംഗത്തിലാ പറഞ്ഞ്. മൂസാ നബി വെള്ളം കൊടുത്തൊരു സംഭവമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം വെള്ളം കൊടുത്ത സംഭവമുണ്ട്. അവിടെ അയാൾ പറയുന്നുണ്ട് മൂസാ നബിയോട് വെള്ളം തേടി. മൂസാ നബി അലൈഹിസ്സലാമിന് വെള്ളം കൊടുക്കാൻ കഴിയുമോ? ഇല്ല. മൂസാ നബിയാ കൊടുത്ത വെള്ളം. എന്നിട്ട് ഓനാണ് AP സുന്നി നമ്മളെ പുറത്താക്കാൻ വരിക. ആദ്യം ഈ അകത്താക് ഇസ്തിയാസ് തന്നെ പിടുത്തം വിട്ടുപോയി. മൂസാ നബിയെ കുറിച്ച് പറയുന്നത് വെച്ച് കൊടുക്ക്. മൂസാ നബിയോട് വെള്ളത്തിന് തേടി എന്ന് ഖുർആൻ പറയുന്നു. അങ്ങനെ തേടിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹേ അമ്പിയാക്കളോട് തോടൽ ദുർമാർഗമാണ്, അത് സന്മാർഗമല്ല എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. അതാ മൂസാ നബി പറഞ്ഞില്ലെന്ന് മാത്രമല്ല, മൂസാ നബി അലൈഹിസ്സലാമിന് അറിയാം വെള്ളം കൊടുക്കാനുള്ള അധികാരം എനിക്കില്ല. വെള്ളം കൊടുക്കുന്നവനും ഭക്ഷണം കൊടുക്കുന്നവനും റബ്ബാണ്. പക്ഷേ ആ റബ്ബ് വെള്ളം കൊടുക്കാൻ വേണ്ടി ഞാനൊന്ന് ഇടപെടണം എന്നാണ്, ഞാനൊരു മധ്യവർത്തിയാകണം എന്നാണ്. എങ്ങനെ ചങ്ങായി വളഞ്ഞു മൂക്കുടിക്കണ നിങ്ങള്? മൂസാ നബിക്കറിയാം എനിക്ക് വെള്ളം കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ പറയുന്നൊരു മൂസാ നബി ഇല്ല. മൂസാ നബി അലൈഹിസ്സലാമിന് അറിയാം എനിക്ക് വെള്ളം കൊടുക്കാൻ കഴിയും. അതിന് അള്ളാന്റെ അനുമതി വേണം. അതാ ചോദിച്ചത് എന്താ ചെയ്യേണ്ടി. അള്ളാഹ് അധികാരം കൊടുത്ത ആളാണ് കലീമുല്ലാഹി മൂസ. മൂസാ നബി അല്ലേ എന്നിട്ട് കൊടുത്ത് ഒരു പാറക്കല്ലിൽ അടിക്കുകയാണ്. 12 കബീലകളാണ് ബനു ഇസ്രായേൽക്കാർ, 12 ഗോത്രങ്ങൾ. ഒറ്റ അടിയാൻ കൊടുത്തപ്പോൾ 12 ഉറവകൾ പൊട്ടിയെന്നാണ്. ഓരോ ഉറവകൾ ഓരോ ഗോത്രങ്ങൾക്ക്. എന്നാ പേരോട്ടുകാരനൊന്ന് അടിക്കട്ടെ കല്ലിൽ, ഒരു കണ്ണുനീര് പോലും വരൂല. അല്ലെങ്കിൽ ഗുളികക്ക് കൊടുക്കുക, അതാ നല്ലേ. ഗുളികനെ പിടിച്ച് അടിക്കാം, അല്ലെങ്കിൽ ഗുളികനോട് അടിക്കാൻ പറയാം. ഇത് രണ്ടും എങ്ങനെ ഒന്നാകും? അമ്പിയാക്കന്മാർക്ക് വെള്ളം കൊടുക്കാനില്ലേ? ബുഖാരി എടുക്ക്, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങള് ഹുദൈബിയയിലേക്കുള്ള യാത്രയിൽ സ്വഹാബത്തിന് വെള്ളമില്ലാതെയായി. യാ റസൂലല്ലാഹ് ലൈസ ഇൻദനാ മാ, ഞങ്ങളുടെ കയ്യിൽ വെള്ളമില്ല നബിയേ. ഗുളിക പോലെ എന്നല്ലേ താങ്കളെ വാദം? ഒന്നിനും കഴിയില്ല. എന്താ ചെയ്ത്? അവിടുത്തെ കൈവിരൽ വെച്ചു കൊടുത്തു. ആ കൈവിരലിലൂടെ വെള്ളം പമ്പ് ചെയ്യുകയാണ്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഅ്ജിസത്ത് പിന്നെ കറാമത്തായി ലോകത്ത് കാണിച്ച മഹാഗുരുവാണ് ശൈഖുനാ മടവൂർ. നിങ്ങൾക്ക് എന്ത് സുന്നി? EK ഉസ്താദിന്റെ പാരമ്പര്യമുള്ള സുന്നികളാ സുന്നികൾ. മൂസാ നബിക്ക് കഴിയൂലെന്നായി, ഈ മക്ബറയിലുള്ള ആൾക്ക് കഴിയൂലെന്നായി, അള്ളാന്റെ റസൂൽ അടക്കമുള്ള ഒരു മഹാനും സഹായിച്ചു എന്ന് പറയാൻ പാടില്ല എന്നായി. ഇനി ബദരീങ്ങളെ കുറിച്ച് പറയുന്ന കേട്ടോ, ഇയാളെ പ്രസംഗം മാത്രം 2 ആഴ്ച നമ്മൾ ഇത് മാത്രം പറഞ്ഞാൽ അത്രയും അബദ്ധജടിലമായ പുതിയ വാദങ്ങൾ ഈ മൗലവിമാർ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓലാടത്ര സുന്നികൾ പറയട്ടെ ബദരീങ്ങളെ കുറിച്ച്. അല്ലാഹുവേ, നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, നീ അല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ല. എന്നാൽ ഒരാള് ബദരീങ്ങളെ രോഗം സുഖപ്പെടുത്തണേ എന്നങ്ങ് പറഞ്ഞു പോയാലോ, അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് പറയാൻ പാടില്ല, കുഫ്ർ ചെയ്തു എന്ന് പറയാൻ പാടില്ല, ഹറാം ചെയ്തു എന്ന് പറയാൻ പാടില്ല, കറാഹത്ത് ചെയ്തു എന്ന് പറയാൻ പാടില്ല. മറിച്ച് മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ രോഗശമനത്തിന് വേണ്ടി നിങ്ങൾ ഇടപെടണേ എന്നാണ്. രോഗം സുഖപ്പെടുത്തണേ എന്ന് സുഖപ്പെടാൻ നിങ്ങൾ ഇടപെടണേ എന്നാണ്. ഇതുപോലെ ഒരു ഡോക്ടറോട് ഒരാൾ ചെന്നിട്ട് ഡോക്ടറെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും തന്നെ ഡോക്ടർ രോഗം സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കൂല. മറിച്ച് രോഗം സുഖപ്പെടുത്താൻ വേണ്ടി ഡോക്ടറുടെ ഇടപെടൽ ഉണ്ടാകും. ഡോക്ടർ ചിലപ്പോൾ പരിശോധിക്കും,
രോഗം കണ്ടെത്തും, മരുന്ന് കൊടുക്കും, ഓപ്പറേഷൻ ചെയ്യും. ബദരീങ്ങളെയാണ് ഉപമിക്കുന്നത് ആരോട്? ഡോക്ടറുടെ മരുന്നിനോട്. ആരാ ബദരീങ്ങൾ? അസ്ഹാബു റസൂലില്ലാഹ്. ബദറിൽ തന്നെ നടന്നത് ഇസ്തിഗാസയാണ്. അലിയാര് പറയുന്നില്ലേ, യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ നഹ്നു നലൂദു ബിറസൂലില്ലാഹ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസ്, ഞങ്ങളെ റസൂലിനോട് സഹായം തേടിയതാണ്, അഭയം തേടിയതാണ്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് ബദരീങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല, ഇടപെടാനാ കഴിയാതെ. ഇടപെടാൻ ഇയാൾ ഉദ്ദേശിക്കുന്ന അള്ളാഹിനോട് പറയാ, ബദരീങ്ങൾ ഞങ്ങൾക്ക് ഇന്ന ആള് ഞങ്ങളോടൊരു ആവശ്യം പറഞ്ഞിട്ട് ഒന്ന് നീട്ടിക്കൊടുത്ത ആളാണ്. ബദരീങ്ങൾക്ക് അല്ലാഹു തആല വലിയ മഖാം നൽകിയിട്ടുണ്ട്. ആ മഖാമിൽ നിന്നുകൊണ്ട് വിളിച്ചവരെ സഹായിക്കാൻ കഴിയുന്നവരാണ് ബദരീങ്ങൾ. അതിൽ ഏറ്റവും ഉയർന്നവരാണ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങൾ തന്നെ ഹബീബായ തങ്ങളെ വിളിക്കാൻ പഠിപ്പിച്ചൊരു ഹദീസുണ്ട്. ആ ഹദീസിനെയാണ് ചങ്ങാതിമാര് ദുർവ്യാഖ്യാനിച്ചത്. നിങ്ങൾ കണ്ടില്ലേ? ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്നവർ പറയുന്നു, കണ്ണ് കാണാത്ത ഒരാൾ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുത്ത് വരികയാണ്. കണ്ണ് കാണാത്ത ആളാണ്. ഹബീബായ തങ്ങളോട് പറയാണ്, ഈ കണ്ണിന് കാഴ്ച കിട്ടണം, ക്ഷമിക്കാൻ പറയുന്നു. ക്ഷമിക്കാൻ പറഞ്ഞപ്പോ ക്ഷമിച്ചാൽ കൂലിയുണ്ട് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ആ മൂപ്പര് പറയാണ്, അല്ല, കാഴ്ച കിട്ടിയാൽ അതൊരു ഉപകാരമായിരുന്നു. ഉടനെ ഫഅമറഹു അൻ യതവല്ല, ഒതെടുക്കാൻ പറയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി യസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദ്. എല്ലാം ഉണ്ടായില്ല. ആദ്യം അള്ളാഹിനെ വിളിക്കുകയാണ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്നിലേക്ക് മുന്നിടുന്നു, ബിനബിയിക മുഹമ്മദ് നബിയുർ റഹ്മ എന്നിങ്ങനെ പറഞ്ഞിട്ട് റസൂലുള്ള തന്നെ റസൂലുള്ളാഹിനെ വിളിക്കാൻ പഠിപ്പിക്കുകയാണ്. അടുത്ത ഇസ്തിഗാസയാണ്, യാ മുഹമ്മദ്, ഓ ഹബീബായ തങ്ങളെ, ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ലിയ ലീ. ഞാൻ അങ്ങയുടെ ആ വലിയ സ്ഥാനം എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിലേക്ക് ഞാൻ മുന്നിട്ടിട്ടുണ്ട് നബിയിലൂടെ, അങ്ങയിലൂടെ. അതുകൊണ്ട് റസൂലേ, നിങ്ങൾ എനിക്ക് വീട്ടിത്തരണം. ലിതഖ്ലിയ ലീ എന്നാണ് അള്ളാഹിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അധികാരിങ്ങളാണ്, നിങ്ങൾ എനിക്ക് വീട്ടിത്തരണം എന്നാണ്. ലിതഖ്ലിയാന്റെ ഫായിലാരാ? മുത്തു റസൂലാണ്. കുടുങ്ങിയാളെ ഹദീസ് പറഞ്ഞിട്ട് അവിടെയാണ് ഇയാള് വാപ്പനെയും പള്ളിനെയും ഒക്കെ കൊണ്ടുവന്നത്. കാരണം നേർക്ക് നേരെ ആര് സഹായിക്കാറ ഇയാൾക്ക് സഹിക്കൂല. മുത്തു റസൂൽ സ്വല്ലല്ലാഹു. ഗുളിക പോലല്ലേ, പിന്നെ എങ്ങനെ നേരെ സഹായിക്കാന്നാണ്. ഇയാൾ പറഞ്ഞ 3 രംഗങ്ങൾ നമുക്കൊന്ന് കണ്ടോക്കാം. പേരോട് പറയട്ടെ. ഞാനിതാ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങൾ എനിക്ക് ആവശ്യം നിർവഹിച്ചു തരാനാണ്. തങ്ങൾ ആവശ്യം നിർവഹിച്ചു കൊടുക്കുക. അതിന്റെ അർത്ഥം എന്താ? ഖുതുബ ഓതുമ്പോ നമ്മൾ പറയില്ലേ, ആവശ്യങ്ങൾ മുഴുവനും നിർവഹിച്ചു തരുന്നവൻ അള്ളാഹുവാണ്. പിന്നെ എങ്ങനെ റസൂലുള്ളാഹ് എന്നോട് പറഞ്ഞത്? അപ്പൊ അതിന്റെ അർത്ഥം അള്ളാഹു ആവശ്യം നിർവഹിച്ചു തരാൻ തങ്ങൾ ഇടപെടണം എന്നാണ്. അതുകൊണ്ടാണ് അതിന്റെ ബാക്കി ഭാഗം എന്താണ്? ഹദീസിലുള്ളത് അല്ലാഹുമ്മ ഫശഫിഉ. ബാക്കി ഭാഗത്ത് എന്താണ്? നേരെ ലഫ്ലല്ലേ ലിതഖ്ലിയ ലീ. ഞാൻ ഇതൊക്കെ ചെയ്യുന്നതും പറയുന്നതും നിങ്ങൾ എനിക്ക് വീട്ടിത്തരാനാണ്. ആര് വീട്ടിത്തരണം? നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. യാ ഖാദിയൽ ഹാജാത്ത് എന്ന് കുത്തുബയിലുണ്ടല്ലോ, ആവശ്യങ്ങളെ വീട്ടിൽ തരുന്നവരെ. അതുകൊണ്ട് റസൂലിന് വീട്ടാൻ കഴിയൂല. ഇതന്നല്ലേ വഹാബി. ഇതല്ലേ വഹാബിക്കാലും ഇവിടെ പറഞ്ഞ് തുഖ്ലാ ബിഹിൽ ഹവായിജ്, നാരിയ സ്വലാത്ത്, റസൂലിലൂടെ ഞങ്ങൾക്ക് ആവശ്യങ്ങൾ വീട്ടിൽ കിട്ടും.
അതങ്ങനെ ശിർക്കാക്കിയത് പോലെ. അല്ല ഖാദിൽ ഹാജാത്താണ്. എങ്ങനെ? ബിദ്ദാത്ത്. അല്ല സ്വയം ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും. അവനാ ഖൽഖ് ചെയ്യുന്നവൻ. ഹബീബായ തങ്ങളോ അള്ളാഹു കൊടുത്ത ഒരു മഖാമുണ്ട്. ആർക്ക്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഖാമിൽ നിന്നുകൊണ്ട് റസൂല് നേരിട്ട് ചെയ്യും. അതാലി തഖ്ലിയലി. എന്നിട്ട് അവൻ പറയാ ഖാലിൽ ഹാജാത്ത് കുത്തുബിയിലുണ്ട്, അതുകൊണ്ട് റസൂലിന് വീട്ടിൽ തരാൻ കഴിയില്ല. കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് പിന്നെ പള്ളി വരുന്നത്. വെച്ചുകൊടുക്ക്. മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ, ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി. എന്റെ ഈ ആവശ്യത്തിൽ ഞാൻ അങ്ങയെ മുൻനിർത്തി അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് നബിയെ, ലിതഖ്ദിയലി, അവിടുന്ന് ഈ വിഷയം നിറവേറ്റി തരാൻ അവിടുന്ന് ഇടപെടണമെന്നാ പറയുന്നത്. അങ്ങനെ അതാണ് ഇസ്തിഗാസ, ഇടപെടാൻ ആവശ്യപ്പെടുക. ലിതഖ്ദിയലി, തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഇല്ല, നിർവഹിക്കേണ്ടവൻ അള്ളയാണ്. അപ്പൊ തങ്ങൾ നിർവഹിക്കണോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, സാധേ ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരണോ. എന്നെ കൊണ്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കാനാവൂല. പിന്നെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്നാണ്. ഈ ചങ്ങാതിയോടാണ് ആരെ ഉപമിക്കുന്നത്? ത്വാഹാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാൾ എന്നോട് പറയാണ് പള്ളി ഉണ്ടാക്കി തരണം, എനിക്കാവോ പള്ളി ഉണ്ടാക്കി തരാൻ? ആവില്ല. അപ്പൊ ഞാൻ ഇടപെടണം എന്നാണ്. ഇതുപോലെ ലിതഖ്ലിയ, എനിക്ക് അങ്ങ് വീട്ടിൽ തരണം എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് കഴിയുമോ? ഇല്ല എന്നാ പച്ച മലയാളത്തിലല്ലേ പറഞ്ഞേ. റസൂലുള്ളാഹിക്ക് കഴിയില്ല. പിന്നെയോ ആ റസൂൽ ഇടപെട്ട് അല്ലാഹുവിനോട് പറഞ്ഞു വാങ്ങിത്തരണം. എന്നാൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ മശായിഖന്മാരാഹില് ഖിയാമത്ത് നാൾ വരെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദം അല്ലാഹുവാണ് എല്ലാം കൊടുക്കുന്നവൻ, തർക്കമില്ല. അനൽ ഖാസിം വല്ലാഹു ഹുവൽ മുഅ്തി, ഞാനാണ് വിതരണം ചെയ്യുന്ന നേതാവ്, എല്ലാം തരുന്നത് അല്ലാഹുവാണ്. ആ ഖാസിമായ മുത്തു മുഹമ്മദുർ റസൂൽ ഹബീബായ തങ്ങൾക്ക് നൽകപ്പെടാത്ത ഒരു മഖാമുമില്ല, ഒരു കഴിവുമില്ല. അതുകൊണ്ട് തന്നെ സ്വർഗം നേരിട്ട് ചോദിച്ചപ്പോ സ്വർഗം നേരിട്ട് കൊടുത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗത്തിലെ ഉന്നത സ്ഥാനം മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയോടൊപ്പം സീറ്റ് വേണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ അന ഫായിൽ, ഞാനത് തരാം. ഇതല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അയാൾക്ക് ആ ഉദാഹരണം പറഞ്ഞു മതിയായിട്ടില്ല. ഏത്? ഓന്റെ ഉദാഹരണം പറഞ്ഞല്ലോ, മതിയായിട്ടില്ല. എന്നെ ഗുളിക ശരിക്കും ഉണ്ടാക്കണമല്ലോ. അതിനാ പിന്നെ വാപ്പയിലേക്ക് പോയത്. വാപ്പന്റെ ഉദാഹരണം കേട്ടോളി. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, ശഫാഅത്തിന്റെ അധികാരം നൽകപ്പെട്ട നേതാവ്. ഉഅ്തീതു മഫാതീഹ ഖസാഇനിൽ അർളി വസ്സമാ, ആകാശത്തും ഭൂമിയിലും ഇനി ഇവിടെ എല്ലാം ഏതൊക്കെ ലോകങ്ങളുണ്ടോ അവിടെയുള്ള സർവ്വ വസ്തുക്കളുടെയും നേർക്ക് നേരെയുള്ള നിയന്ത്രണം നൽകപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്തിന് സ്വർഗം നൽകിയ നേതാവ്. സ്വർഗത്തിലെ ഭൂമി വരെ വീതിച്ചു കൊടുക്കാൻ അധികാരമുള്ള നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് കഴിവുകെട്ട അവശനായ വാപ്പയോട് ഉപമിച്ചത്. ഇത് ഈ ഉമ്മത്ത് പൊറുക്കുമെന്ന് ഒരിക്കലും ഈ സമസ്തയുടെ പേരിൽ വ്യാജമുണ്ടാക്കിയ ഈ വ്യാജന്മാര് കരുതേണ്ടതില്ല. ഇത് ന്യായീകരിക്കാൻ വന്നിരുന്നല്ലോ ഒരുത്തൻ. ഓന്റെ നയല് പോലും ഇപ്പൊ കാണാനല്ല. നിങ്ങളൊന്ന് ന്യായീകരിക്കത്. മുജാഹിദ് ആഘോഷിച്ചു വിടത്. എന്താ സലഫി പറഞ്ഞെന്ന് കേട്ടോക്കി.
അല്ലാത്തതും വരുന്നുണ്ട്. അതേ, ഒന്നിനും കഴിയാതെ വീട്ടിലിരിക്കുന്ന അവശനായ ഒരു ബാപ്പാക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലുള്ള ആരോഗ്യമല്ല. അങ്ങനത്തെ ഒരു ബാപ്പനോടൊരു മോൻ ചെന്നിട്ട് പറയാണ്, ഉപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം, ഉപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം. ഉപ്പാക്ക് മര്യാദക്ക് എണീറ്റ് നിൽക്കാൻ പോലും വയ്യ. കല്ലെടുത്ത് വെക്കാൻ ഉപ്പാക്ക് വയ്യോ, ഉപ്പാക്ക് പടവറിയോ, ഉപ്പ ആശാരിയല്ലല്ലോ, ഉപ്പ കോൺട്രാക്ടർ അല്ലല്ലോ, ഉപ്പ കൽപ്പണിക്കാരനല്ലല്ലോ, ഉപ്പാക്ക് അതിനുള്ള ആരോഗ്യം, ഒരു കല്ല് പൊക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലല്ലോ. പിന്നെ എന്തിനാ മകൻ പോയിട്ട് ഉപ്പാ നിങ്ങൾ എനിക്കൊരു വീടുണ്ടാക്കി തരണം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഉപ്പ ഇടപെട്ടിട്ട് എനിക്കൊരു വീടുണ്ടാക്കാനുള്ള കാര്യങ്ങളിൽ സഹായിക്കണേ, ഇത്രയുള്ളൂ. ഇതേപോലെ ഈ അവശനായി കിടക്കുന്ന ബാപ്പയുടെ സ്ഥാനത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമും അങ്ങനെ തന്നെയാണ്. അവിടുത്തോട് നമ്മൾ എന്ത് ചോദിക്കുമ്പോഴും രോഗം മാറ്റണേ നബിയേ, സ്വർഗം തരണേ നബിയേ, നരകത്തുനിന്ന് രക്ഷിക്കണേ നബിയേ, കുട്ടിയെ തരണേ നബിയേ, ആപത്ത് തടുക്കണേ നബിയേ എന്നൊക്കെ പറയുമ്പോൾ അള്ളാന്റെ റസൂലിന് അതിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ പാടില്ല. മറിച്ച് നബിയേ നിങ്ങൾ ഇടപെട്ടിട്ട് കാര്യങ്ങൾ നിവർത്തിക്കണം എന്നേ കരുതാൻ പാടുള്ളൂ എന്ന്. എത്രത്തോളം ബഹുദൂരം സത്യത്തോട് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു. പൂർണ്ണമായി ശരിയായിട്ടില്ലെങ്കിലും അയാളെ പറഞ്ഞ വാദം അങ്ങനെയൊക്കെ ഒരു മാറ്റം മൂപ്പർക്ക് വന്നോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കണേ. എന്നിട്ടത് വെച്ചു കൊടുക്കാണ്. സലഫിക്കെന്നെ വിശ്വാസമാണില്ല ഇയാളിത് പറഞ്ഞോ. അവിടെ എത്തി. ലോക ചരിത്രത്തിലുണ്ടോ ഇത്രയും വലിയ അധപ്പതനം? ഇനി എന്താ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റിയ? മാല ചെല്ലാൻ പറ്റുമോ? മൗലിദ് ഓതാൻ പറ്റുമോ? അശ്ശഫാഅത്ത് ഹബ്ലനാ, അങ്ങനല്ലേ ചോദിച്ച്? ഷഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ, ഇടപെടണമെന്നല്ല, ഷഫാഅത്ത് നൽകണേ. യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദ അർജു ഹിമാക്, അങ്ങയുടെ കാവൽ ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ, അങ്ങ് നൽകണം നബിയേ, അങ്ങേക്കതിന് കഴിവൻ നബിയേ. യാ മാലിക്കി, ആര് വിളിക്കുക? അബൂ ഹനീഫത്തുൽ കൂഫി, എന്റെ ഉടമക്കാരാ, അങ്ങയുടെ ശിഫാ വേണം. നിങ്ങൾക്കൊക്കെ ഒരു ഗുളിക, എന്നിട്ട് പേര് 110 സുന്നിയാത്രേ. അബീസായിപ്പോയി. തനിച്ച ബിദ്അത്തുകാർ. സലഫി ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്, വെച്ചു കൊടുക്ക്. മൊഹീദ്ദീൻ മാല ചൊല്ലാൻ പറ്റോ? വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാവുത്തീരം ചെയ്യും ഞാനെന്നോവർ. ഏത് സ്ഥലത്ത് വെച്ച് എന്നോട് വിളിച്ചാലും വിളിച്ചോന്റെ വായ പൂട്ടുന്നതിൻ്റെ മുമ്പ് ഞാൻ ഉത്തരം ചെയ്യുമെന്നാണ് മൊഹീദ്ദീൻ ശൈഖ് പറയുന്നത്. അത്രേ, ഞാൻ ഇടപെട്ട് അള്ളാനോട് പറയുമെന്ന ഒരു വാചകം അവിടെ ഇല്ലല്ലോ. എങ്കിൽ ഇനി മൊഹീദ്ദീൻ മാലയുടെ സ്ഥാനം എവിടെയാണ്? ഉള്ളാളത്തെ മാലയുടെ സ്ഥാനം എവിടെയാണ്? മടവൂര് മാലയുടെ സ്ഥാനം എവിടെയാണ്? റിഫാഴി മാലയുടെ സ്ഥാനം എവിടെയാണ്? അജ്മീർ മാലയുടെ ചരിത്രം മാലം എവിടെയാണ്? അതേപോലെ തന്നെ നൂറുകണക്കിന് ആളുകളുടെ പേരിൽ നിങ്ങൾ മാലപ്പാട്ട് കെട്ടിയിട്ടില്ലേ? മൗലിദ് കെട്ടിയുണ്ടാക്കിയിട്ടില്ലേ? അതിലൊക്കെ അവരോട് വിളിച്ച് നേരിട്ടങ്ങനെ സഹായം തേടുന്ന ഇതൊന്നും ഇനി പാടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അതെ, എവിടെ എത്തി? അൽഹംദുലില്ലാഹ്, മാറ്റങ്ങൾ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ്. പ്രതീക്ഷിച്ചോടി, ഉറപ്പായിട്ടുണ്ടാവും. ആ ടീം അതായിപ്പോയി, നിങ്ങൾ ഓവർടേക്ക് ചെയ്തു പോയി. ഇതിൻ്റെ ഒക്കെ പുറമെ ഗുണ്ടായുസും ഫിത്നയും മുടക്കലും അത് ഗംഭീരായി നടക്കുന്നുണ്ടല്ലോ. മാലയിൽ നേരിട്ട് തന്നെ തേട്ടാണ്. കണ്ടില്ല നിങ്ങൾ? എന്നോട് തേടുവീൻ വേണ്ടുന്ന ദഫേരും എന്നാരെ തേടിയതെല്ലാം കൊടുത്തോവർ. തേടു എന്നോട്, ഞാൻ കൊടുക്കും. ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി.
ചത്ത ചകത്തിന് ജീവൻ ഇടിയിച്ചോവർ ആരാളട്ട് ഗുളിക ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി. എവിടെ നിങ്ങളുടെ കാര്യം? എന്താ നിങ്ങളുടെ അവസ്ഥ?